സുഹൃത്തുക്കളെ, ഇംഗ്ലീഷ് വാക്യങ്ങളിൽ പ്രിപ്പോസിഷൻസ് ചേർക്കുന്ന രീതി എങ്ങനെയാണെന്ന് നമുക്ക് പഠിക്കാം. ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് വിത്ത് കറക്റ്റ് പ്രിപ്പോസിഷൻസ്. ശരിയായ പ്രിപ്പോസിഷൻസ് ഉപയോഗിച്ച് ബ്ലാങ്ക് സ്പേസ് ഫിൽ ചെയ്യുക. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഹി വാസ് പ്ലീസ്ഡ് ഡാഷ് ദ ബോയ്. അയാൾ ആ കുട്ടിയിന്മേൽ സംപ്രീതനായി, സന്തുഷ്ടനായി. പ്ലീസ്ഡ് എന്ന വാക്കിന് ശേഷം ഉപയോഗിക്കേണ്ട പ്രിപ്പോസിഷൻ വിത്ത്. പ്ലീസ്ഡ് വിത്ത് ദ ബോയ്. രണ്ടാമത്തെ വാക്യത്തിൽ ഹി ലെഫ്റ്റ് ഫോർ ഡൽഹി ഡാഷ് ട്രെയിൻ. അയാൾ ട്രെയിനിൽ ഡൽഹിയിലേക്ക് പുറപ്പെട്ടു. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, യാത്ര ചെയ്യുന്ന വാഹനങ്ങളുടെ പേരിന് മുമ്പിൽ ബൈ എന്ന പ്രിപ്പോസിഷൻ ആണ് ഉപയോഗിക്കുന്നത്. ബൈ ട്രെയിൻ. ഹി ലെഫ്റ്റ് ഫോർ ഡൽഹി ബൈ ട്രെയിൻ. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, വേർ ഹാസ് ദിസ് കാർ കം ഡാഷ്. ഈ കാർ എവിടെ നിന്നാണ് വരുന്നത്? എവിടെ നിന്നെന്നുള്ളതിന് നിന്ന് എന്ന പ്രിപ്പോസിഷൻ ഫ്രം ആണ്. ഫ്രം, കം ഫ്രം, എവിടെ നിന്ന് വരുന്നു. ഫോർത്ത് ക്വസ്റ്റ്യൻ, ഹി ഹാസ് ബീൻ ഇൽ ഡാഷ് ലാസ്റ്റ് മന്ത്. കഴിഞ്ഞ മാസം മുതൽ അവന് രോഗമാണ്, അവന് അസുഖമാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഹാസ് ബീൻ. ഹാസ് ബീൻ ഉപയോഗിക്കുമ്പോൾ പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് ആണ്. അതിനോടൊപ്പം സമയം പറയുകയാണെങ്കിൽ സിൻസ് അല്ലെങ്കിൽ ഫോർ, ഈ രണ്ട് പ്രിപ്പോസിഷൻസ് ആണ് ഇവിടെ ഉപയോഗിക്കേണ്ടത്. മുതൽ എന്ന അർത്ഥത്തിൽ ഒരു കൃത്യസമയം പറയുകയാണെങ്കിൽ സിൻസ് ആണ് ഉപയോഗിക്കേണ്ടത്. അതേസമയം ഡ്യൂറേഷൻ ഓഫ് ടൈം ആണെങ്കിൽ ഫോർ. ഇവിടെ കൃത്യസമയമാണ് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ മാസം മുതൽ. കഴിഞ്ഞ മാസം മുതൽ എന്ന അർത്ഥത്തിൽ സിൻസ് ആണ് നമുക്ക് ഉപയോഗിക്കേണ്ടത്. ഹി ഹാസ് ബീൻ ഇൽ സിൻസ് ലാസ്റ്റ് മന്ത്. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ, ദ ട്രെയിൻ അറൈവ്ഡ് ഡാഷ് ടൈം. കൃത്യസമയത്ത് ട്രെയിൻ എത്തിച്ചേർന്നു എന്നാണ് ഈ വാക്യത്തിന്റെ അർത്ഥം. ഇങ്ങനെ പറയുമ്പോൾ നമുക്ക് എഴുതേണ്ട പ്രിപ്പോസിഷൻ ഇൻ ടൈം ആണ്. ദ ട്രെയിൻ അറൈവ്ഡ് ഇൻ ടൈം. ദ ട്രെയിൻ അറൈവ്ഡ് ഇൻ ടൈം. ട്രെയിൻ കൃത്യസമയത്ത് എത്തിച്ചേർന്നു. അപ്പോൾ ഇത്രയും വാക്യങ്ങൾ പ്രിപ്പോസിഷൻസ് ചേർത്തത് എങ്ങനെയാണെന്ന് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.